നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സവിശേഷമായ സംഭാഷണത്തിനാണ് JB ജംഗ്ഷൻ ഇന്ന് വേദിയാകുന്നത്. മിനി സ്ക്രീനിലും വലിയ സ്ക്രീനിലും ഒരുപോലെ തിളങ്ങുന്ന രണ്ട് കലാകാരന്മാരെ ഞങ്ങൾ JB ജംഗ്ഷനിൽ കൊണ്ടുവരുന്നു. സാബുമോൻ തരികട എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു കലാകാരൻ, അതുപോലെ തന്നെ മിമിക്രി വേദിയിൽ നിന്ന് ജ്വലിച്ചുയർന്ന ജാഫർ ഇടുക്കി. ഇവരെ കലയുടെ പേരിൽ മാത്രമല്ല ഇന്ന് JB ജംഗ്ഷനിൽ ഞങ്ങൾ അതിഥികളായി കൊണ്ടുവരുന്നത്. വളരെ സുപ്രധാനമായിട്ടുള്ളൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലം കൂടിയാണ് ഒരുപക്ഷെ അവരെ അതിഥികളായി കൊണ്ടുവരാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കലാഭവൻ മണിയുടെ മരണത്തെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ കേന്ദ്രസ്ഥാനം അലങ്കരിക്കുന്ന രണ്ടുപേരാണ് ഇൻവെർട്ടർ കോമ തരികട സാബുവും ജാഫർ ഇടുക്കിയും. എന്താണ് ഇവർക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ, വിവാദങ്ങൾ? ഈ വിവാദങ്ങളുടെ അകക്കാമ്പ് കാണാൻ വേണ്ടിയുള്ള സംഭാഷണത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് സാബുവിനെയും ജാഫറിനെയും JB ജംഗ്ഷൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കാം. തരികട സാബു അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പേരാണ്. അതെ, കാര്യം എന്നെ പരിചയമില്ലാത്ത ആളുകളോട് ചിലപ്പോൾ ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കും, ഇത് സാബുവാണ്, ആള് ഭയങ്കര തരികടയാണ് എന്ന് പറയുമ്പോൾ ഞാനും ചിരിക്കും. മറ്റേ ആൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. കാര്യം ഒരാളെ മുഖത്ത് നോക്കി തരികടയെന്ന് വിളിച്ചിട്ടാണ്, പുള്ളിക്ക് അറിയില്ലായിരിക്കും ഞാനിങ്ങനെ ഒരു ഷോ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ പുള്ളി എന്നാലേക്ക് എന്തോ ഫ്രോഡ് ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ വന്നത് തരികട എന്ന് പേരുള്ള അപ്പൊ ഞാൻ തമാശ പറഞ്ഞു. ഞങ്ങള് തമാശക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരാ, തമാശയൊക്കെ മാറി. ഇത് യഥാർത്ഥത്തിൽ ഈ ഷോ നടത്തിക്കൊണ്ട് മാത്രം ചേരുന്ന ഒരു പേരാണോ, അതെയോ അല്ലെങ്കിൽ തന്നെയും സാബുവിനത് പേര് ചേരുവോ? ഇപ്പൊ ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ഇപ്പൊ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ അവരും അതിനകത്ത് പെട്ട ആൾക്കാരും എല്ലാവരും കൂടെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അങ്ങനെ ആയി മാറുമോന്ന് പേടിയുണ്ട് എനിക്ക്. ജാഫർ ആൻഡ് സാബു, നിങ്ങൾ രണ്ടുപേരെയും ഒരുപക്ഷെ JB ജംഗ്ഷന്റെ വേദിയിൽ വരാൻ പ്രാപ്തിയും പ്രാഗൽഭ്യമുള്ള രണ്ട് കലാകാരന്മാരാണ്. പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞാൻ വേണമെങ്കിൽ ഒരു പക്ഷേ അത് എന്താണെന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കലാഭവൻ മണിയുടെ മരണം ഉയർത്തിയ വലിയൊരു വിവാദമുണ്ട്, വിവാദ പർവ്വതം. ആ പർവ്വതത്തിനുള്ളിൽ ഒരുപക്ഷെ നിന്ന് പുകയുന്ന രണ്ടാൾക്കാരാണ് നിങ്ങൾ, രണ്ട് അഗ്നിപർവ്വതങ്ങൾ. ഇതിന് ശരിയും തെറ്റും നമുക്കറിയില്ല, അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു ടെലിവിഷൻ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചുയർന്ന വിവാദങ്ങളുടെ യഥാർത്ഥ നിജസ്ഥിതി നിങ്ങളുടെ മനസ്സിൽ നിന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നൽകുന്ന ഒരു വേദിയാണ്. ഓപ്ഷൻ 1 പൂജപ്പുര, ഓപ്ഷൻ 2 വിയ്യൂര്, ഓപ്ഷൻ 3 കണ്ണൂര്. പൂജപ്പുരയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം. എനിക്ക് കണ്ണൂർ മതി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലൂല്ലോ അവിടെ, കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് അനുഭവിക്കണ്ടല്ല. അതാ ഏറ്റവും ഭംഗി. നമ്മൾ ഈ എന്താ പറയുക, സന്നിധ ഘട്ടത്തിൽ നമുക്ക് 3 പേർക്ക് ഹ്യൂമർ വരുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. അതാ പ്ലാൻ. ഞാൻ അന്ന് ആദ്യമായിട്ട് ഞാൻ ടെലിവിഷനിൽ ഈ വിഷയം സംബന്ധിച്ച് പ്രതികരിക്കുമ്പോഴും ആക്ച്വലി എനിക്ക് ചിരിയാ വന്നു, എന്നോടുള്ള ചോദ്യങ്ങളും ആരോപണങ്ങളും ഒക്കെ കേട്ടിട്ട്. കാര്യം ഞാൻ സ്വാഭാവികമായിട്ടും ചിരിച്ചു പോകും. പിന്നെ ചിരി മായുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇതിനെ തുടർന്ന് എൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഭീഷണികളുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വളരെ ഓപ്പണായിട്ട് എന്നെ വീട്ടിൽ കയറി തല്ലുമെന്നും വീട്ടിൽ കയറി വെട്ടും, നീ എവിടെ ഉണ്ട്, സ്ഥലം പറയുമെന്നൊക്കെ പറഞ്ഞു വരുന്ന ഭീഷണികൾ ഞാൻ ഗൗരവമായി എടുക്കും. അതുവരെ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കണമല്ലോ. കാര്യം ഞാനൊരു തരത്തിലും എന്താ പറയുക ഉൾപ്പെട്ടിട്ടില്ലാത്തൊരു സംഭവത്തിലേക്ക് വെറുതെ എൻ്റെ പേര് വലിച്ചഴയ്ക്കുന്നു. വളരെ വിഷമമുണ്ട് അതിൽ. ജാഫർ, നിങ്ങളൊക്കെ മണിയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരുപക്ഷെ ആ മരണം വളരെ ആകസ്മികമായിരുന്നു, നമുക്കെല്ലാം വൈകാരികപരമായിട്ട് നമ്മളെയൊക്കെ ബാധിച്ചൊരു മരണം കൂടിയാണ്. ആ മരണം നിങ്ങൾക്ക് ദുഃഖം നൽകുന്നതോടൊപ്പം തന്നെ ഇത്തരം ഒരു വിവാദം കൂടി ചാർത്തി തന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായൊരു കാര്യം. ജാഫറിൻ്റെ ജീവിതം മണിയുടെ മരണത്തിന് മുമ്പും പിമ്പും എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായി. ചിരി മാഞ്ഞോ? ചിരിയൊക്കെ മാഞ്ഞു. പിന്നെ ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കൂടിയായിരുന്നു കൊണ്ടുവന്നത്, പക്ഷെ മാഞ്ഞു പോയി. ചിരിക്കല്ല സാറേ, മാഞ്ഞു പോയി. ചിരിക്കാനല്ല, ചിരിക്കാൻ പോയിട്ട് ജീവിക്കാൻ ഇപ്പോൾ പറ്റാത്ത നിവൃത്തിയായി. അതാണിപ്പോൾ പറ്റിയേക്കണേ. കാരണം എൻ്റെ ഈ കുടുംബത്തിൽ കുറേ വൈദികരുണ്ട്. അത് മെയിൻ മുസ്ലിയാക്കന്മാരുണ്ട്, അസിസ്റ്റൻ്റ് മുസ്ലിയാക്കന്മാരുണ്ട്, അവരൊക്കെ ഉണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ ഈ സിനിമ സംബന്ധമായിട്ട് ഉള്ളൂ. ബാക്കി ആരും സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല.
ഒരു കലാപരമായിട്ടും ഒരു ബന്ധമില്ല. എൻ്റെ സഹോദരി പാട്ട് പാടുമായിരുന്നു, അവർ 6 വർഷം മുമ്പ് മരിച്ചുപോയി. ആ സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ കലാഫീൽഡിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ ഇവർ വൈദികരൊക്കെയാണല്ലോ, അപ്പം അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും മോശം അല്ലേ? അങ്ങനെ ഇസ്ലാമിന് നിരക്കാത്തൊരു കാര്യമാണ്. അല്ല, ഞങ്ങളുടെ സമുദായ പ്രകാരം സിനിമ എന്നൊക്കെ പറഞ്ഞാൽ, പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന് നിരക്കാത്തതാണെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോഴും. കലാപരിപാടി ചെയ്യാൻ പറ്റില്ല. ഇനി ചെയ്യുവാണെങ്കിൽ പാട്ട് പാടാം, അത് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാതെ ഞങ്ങളുടേതായ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അറബന, ദഫ്, ഈ 1-2. ഇതൊന്നും ഇയാൾക്ക് ബാധകമല്ല കേട്ടോ. ഈ സാബു ഇപ്പോഴും മുസ്ലിം ആണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. സാബുവിന്റെ പുതിയ മുഴുവൻ പേരെന്താ അറിയാ? ഇല്ല, എനിക്ക് സാബു മുസ്ലിം ആണെന്ന് എനിക്കറിയാം. അത്രയുള്ളൂ. അബ്ദുൽ സമദ് എന്തൊക്കെ വലിയ നീണ്ട പേരാണ്. അതാ ലാസ്റ്റ് സാബുവെ കൊണ്ടിട്ടാണ് സാർ. അല്ല, അങ്ങനെ ഒരു സ്വത്വം നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമുണ്ടോ? ആവശ്യമില്ല. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്വത്വങ്ങൾ നമ്മൾ ആഗ്രഹമില്ലെങ്കിലും നമ്മുടെ മുകളിൽ ചാർത്തിപ്പെടുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഞാൻ ഫേസ്ബുക്കിലൊക്കെ നോക്കിയപ്പോൾ ഒരു പക്ഷേ എനിക്ക് പോലും അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ അറിയേണ്ട കാര്യമില്ല, അറിയാൻ താല്പര്യമില്ല. പക്ഷേ ചില പോസ്റ്റുകളിലൊക്കെ അത് വളരെ പ്രകടമായിട്ട് കാണുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിനെ ഒരു പ്രത്യേക മതവുമായി കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു സംസാരം നടക്കുന്നുണ്ട്. നമുക്കൊന്നും ആഗ്രഹമില്ലെങ്കിൽ പോലും സാബു നമ്മുടെ ജീവിച്ചിരിക്കുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ അത്തരം ഒരു സാഹചര്യം. അപ്പം ജാഫർ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ സാബുവിന് ബാധകമല്ലാത്ത ഒരുപാട് ഇസ്ലാമിക ജീവിത രീതിയിലൂടെ കടന്നു വന്ന ഒരാളാണ് ജാഫർ. ജാഫറിൻ്റെ ഇപ്പോഴും വിസ്തൃതമായ കുടുംബം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഈ പറഞ്ഞ യാഥാസ്ഥിക മുസ്ലിം കുടുംബമാണ്. അവിടെ ഈ പറഞ്ഞ സിനിമയും മിമിക്രിയും ഇതൊന്നും ടെലിവിഷനൊന്നും പഥ്യമല്ല. അങ്ങനെ പഥ്യമല്ലാതിരിക്കെ തന്നെ അവർ അംഗീകരിച്ചു ജാഫറിനെ. ഇപ്പോൾ സംഭവിച്ചു, അംഗീകരിച്ചു എന്നുള്ളതല്ല, എൻ്റെ ഒരു ജോലി, അതായത് നമ്മളിപ്പോൾ ഒരു കൈക്കൂലി കൊടുത്ത് ജോലി മേടിക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും കാണും, എപ്പോഴും ഉണ്ടാവുമല്ലോ. കൈക്കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ജോലി തരിക. അങ്ങനെ ഒരു കൈക്കൂലി കൊടുത്ത് മേടിച്ച ജോലി അല്ലല്ലോ ഞാനിത്. എൻ്റെ കഷ്ടപ്പാടിന് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട ഇപ്പോൾ ഈ TV എൻ്റെ സ്വന്തത്തിൽപ്പെട്ടവരും നാട്ടുകാരും വീട്ടുകാരും എന്നെ അറിയാവുന്ന എല്ലാവരും ഇത് വീക്ഷിക്കും. ഞാൻ എങ്ങനെ ജീവിച്ചാണ്, ഞങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിയതാണ്. എത്ര ബുദ്ധിമുട്ടിയാന്നുള്ള കാര്യം എനിക്കറിയാം. എന്റെ 10ാം ക്ലാസ് തന്നെ 3 വട്ടം എഴുതിയിട്ടും ജയിച്ചിട്ടില്ല. 3 വട്ടം എഴുതി, 2 പ്രാവശ്യം അടുപ്പിച്ചെഴുതി. സാബു ചിരിച്ചിട്ടും ഞാൻ ചിരിച്ചിട്ടും ജാഫർ ചിരിക്കണില്ല. അതാണ് ജാഫർക്ക് എന്ത് പറ്റി ജാഫറിന്. അല്ല, ഇത് ഞാൻ പറയാം, ഇത് സാറേക്കാൻ ഇത് ഈ JB ജംഗ്ഷന് വേണ്ടിയിട്ട് അന്വേഷിക്കും എന്നറിയാലോ, ഇത് ഷോ കാണുന്ന ആളാണ് ഞാൻ. മറ്റേ കുരുത്തക്കേടുകൾ അന്വേഷിച്ചു എന്താ, അതായത് എന്തും അന്വേഷിക്കാം. അതിനകത്ത് എൻ്റെ കുരുത്തക്കേടുകളും ഞാൻ ആരാണ്, ഞാൻ ക്രിമിനലാണോ ക്രൂക്കഡാണോ, ഇതെല്ലാം ഇപ്പം സാറിട്ട് വരുമ്പോൾ കാണാൻ പാടില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഇവിടെ നിന്ന് അറസ്റ്റ് വരിക്കൂലേ? അല്ലാതെ ചിലപ്പോൾ ഷോ കഴിയുന്നതിന് മുമ്പ് സംഭവിച്ചു. ഞാൻ അവിടെ ചാലക്കുടി സ്റ്റേഷനിലും പറഞ്ഞിട്ടുണ്ട്, സാറേ ഇങ്ങനെ ഞാനും സാബുവാണ് ഇങ്ങനെ ചെയ്തേക്കണെന്ന് ഇവിടെ സ്വന്തക്കാരും ബന്ധക്കാരും കുറെ പേര് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ജാഫറെ അല്ല, എന്റെ ചോദ്യത്തിൽ നിന്ന് കടന്നില്ല. അപ്പൊ ജാഫറിന്റെ കലാഭവൻ മണിയുടെ മരണത്തിന് പിമ്പുള്ള ജീവിതവും അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ്. അപ്പൊ താങ്കൾ പറഞ്ഞു താങ്കളുടെ വീട്ടിലെല്ലാം കുടുംബക്കാരെല്ലാം ഈ പറഞ്ഞ കാസി മുക്രി എല്ലാ വകുപ്പിലുള്ള ആൾക്കാരാണ്, കുറെ പേര്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് സംഭവിച്ചു? അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവരൊരു ഉപദേശിക്കുമല്ലോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വെള്ളിയാഴ്ച TV-യിലെല്ലാം വന്നത് മൊത്തം എന്ന് പറയുന്നത് സിനിമ, കള്ളുകൂടി, ചാരായം പാറ്റി, അത് ഇതെന്നൊക്കെ പറഞ്ഞല്ലേ വന്നത്. ഈ വരുമ്പോ എൻ്റെ പേര് ജാഫർ എന്നാണ്, ഞാൻ മുസ്ലിമാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ല, സാബുവിന് അങ്ങനെ ഒരു ഗുണം കിട്ടിയില്ല. സാബു മുസ്ലിമാണെന്ന് അറിയില്ല, പക്ഷെ എനിക്കറിയാമല്ലോ, എനിക്കറിയാം. അങ്ങനെ അവൻ രക്ഷപ്പെടണം വിചാരിച്ചിട്ടാണ് ഈ കാര്യം. ഒരിക്കലും എനിക്കറിയാമായിട്ടും കാര്യമില്ല, ഞാനും അറിയണം. അപ്പൊ അങ്ങനെ അവരൊക്കെ ഒരു ടോക്ക്, ഒരു വെള്ളിയാഴ്ച ദിവസം അവരൊക്കെ അങ്ങനെ ഉള്ള ഒരു വൈദികന്മാരൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഉമ്മ വീട്ടിൽ നിന്നുണ്ട്, വാപ്പ വീട്ടിൽ നിന്നൊക്കെ ഉണ്ട്, വലിയ വലിയ മുസ്ലിയാക്കന്മാരൊക്കെയാ. അവരെന്തൊരു ടോക്ക് സംസാരിക്കും സാർ. ഒരു വെള്ളിയാഴ്ച ഒരു മദ്യത്തെക്കുറിച്ചൊരു ടോക്കോ ഒരു സിനിമയെക്കുറിച്ചോ അഭിനയത്തെക്കുറിച്ചോ അത് സംസാരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഒരാൾക്ക് ചോദിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ. ആദ്യം നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മോനെ നിലയ്ക്ക് നിർത്ത്, എന്നിട്ട് ഞങ്ങളെ ഉപദേശിക്കുന്നു പറയുമ്പോൾ അവർക്കത് ബാധിക്കും. അവർ വന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ കുടുംബമായിട്ട് അവർ മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം കൂടിയിട്ട് പറഞ്ഞു, അങ്ങനെ എൻ്റെ ഒരു ജീവിത പ്രശ്നമാണ്, ഞാൻ ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ കൈക്കൂലി കൊടുത്ത് മേടിച്ചല്ലെന്ന് പറഞ്ഞാൽ അന്നത്തെ ദുഃഖവും ദുരിതവും ആ പട്ടിണിയും കൂടെ കൂട്ടി ഇണക്കിയപ്പം ഞാൻ അറിയാതെ കയറി വന്നു. സംഭവിച്ചു പോയൊരു സംഭവം. എനിക്കിങ്ങനെ ഒന്നും കിട്ടിയെന്ന ഒരു സംഭവമൊന്നുമല്ല, ഒരു കലാകാരനായിട്ടും ജനിച്ചതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വന്നുപോയി. എൻ്റെ ഒരു ഗുരുവുണ്ട് രാജനിടിക്ക്, അദ്ദേഹം മിമിക്രി പഠിപ്പിച്ചു. ലോകത്തിൽ ആദ്യമായിട്ട് മിമിക്രി പഠിച്ചു ഒരാൾ പഠിപ്പിച്ചു. ഞാൻ പ്രൊഫഷണൽ ട്രൂപ്പിലായി. അല്ല ജാഫറെ, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സംഭവം, അപ്പോൾ താങ്കളുടെ ജീവിതം ഇപ്പോൾ ഇരുളടഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ,
കുടുംബക്കാർ വിട്ടുപോയി. കുടുംബക്കാർ വിട്ടുപോയതല്ല, അവർ പറഞ്ഞിരിക്കുന്ന ഒരു അവധിയും കാര്യം. അവർക്ക് നമ്മൾ സിനിമയെ തുടരുന്നത് വലിയൊരു കാര്യമല്ല. വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവർ സിനിമ വേണ്ട. അല്ലാതെ എൻ്റെ ജ്യേഷ്ഠനുണ്ട്, എൻ്റെ മറ്റുള്ള എന്നാ കൊച്ചാപ്പന്മാരുടെയൊക്കെ പിള്ളേരുണ്ട്, അവരൊക്കെ എങ്ങനെ കൂലിവേല എടുത്ത് ജീവിക്കുന്നില്ലേ? അതുപോലെ ജീവിക്കാൻ പാടില്ലേ? അവർ ചോദിക്കുന്നത് കറക്റ്റാണ്. ഞാനിതെല്ലാം കുനിഞ്ഞിരുന്ന് കേട്ടു, എൻ്റെ മക്കൾ കേട്ടു, എൻ്റെ വൈഫ് ഇരിക്കുന്നു, എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കും ഈ ടി വിയിൽ കണ്ട ആ സംഭവങ്ങൾ തന്നെ എൻ്റെ വീട്ടിൽ ആവർത്തിച്ച് പറയുമ്പോഴൊക്കെ എനിക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥ. പിന്നെ 3 മാസത്തിനുള്ളിൽ സിനിമ വിട്ടിട്ട് പോയി വേറെ ജോലി നോക്കിക്കൊള്ളണം, അതാണ്. അപ്പോൾ എൻ്റെ പരിസരത്ത് 2-3 സിനിമ വന്നു, എൻ്റെ വീടിൻ്റെ പരിസരത്ത്, തൊട്ടടുത്തൊക്കെ ലൊക്കേഷൻ, എൻ്റെ വീടിൻ്റെ രണ്ടപ്പുറത്ത്. ആ സിനിമയിലൊക്കെ ഏതാണ്ട് ഞാൻ ഉണ്ടായിരുന്നത്. ആ സിനിമയിലുള്ള സിനിമയിൽ ഞാൻ തന്നെ അതില്ലാതെയാക്കി, വേണ്ട പിൻവലിഞ്ഞു. അതിന് വെച്ചാൽ 2 ആഴ്ച മുമ്പ് അവർ സംസാരിക്കുന്നു സിനിമയിൽ അഭിനയിക്കണമെന്ന്. അപ്പം ഞാൻ അവിടെ ചെന്ന് അഭിനയിക്കുമ്പോൾ അതെന്താവും? പിന്നെ എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുമല്ലോ, നമ്മൾ പറഞ്ഞിട്ടും കേട്ടില്ല. അപ്പോൾ അവർ ജീവിക്കണ്ടേന്ന് ചോദിച്ചു. ജോലി വേണ്ടാന്ന് വെക്കുമ്പം അങ്ങനെ ചെയ്യാം, ജീവിക്കണ്ടേ, മോളില്ലേ, കല്യാണം കഴിച്ചു വിടണ്ടേ എന്ന് ചോദിച്ചു. താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിച്ചു പോയായിരുന്നു, എൻ്റെ കുടുംബക്കാർ വിഷമിക്കില്ലായിരുന്നു, എൻ്റെ വൈഫും മക്കളും ഒക്കെ. മരിച്ചാലും വിശുദ്ധമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ഉണ്ട്. താങ്കൾ ഒരുപാട് പേരുടെ മുമ്പിൽ താങ്കൾ ഒരു കുറ്റവാളിയായി നിൽക്കുകയാണ് ഇപ്പോൾ. ആവട്ടെ, സത്യം അറിയുമല്ലോ. ഞാനിപ്പം കലാകാരനാണെങ്കിലും ഞാൻ ഒരു ഈശ്വരവിശ്വാസിയാണ്, എനിക്ക് വിശ്വാസമുള്ള ആളാണ്, ഞാൻ മറന്നൊന്നും സംസാരിക്കാനില്ലാത്ത ആളാണ്. അപ്പോൾ അത് സമർപ്പിച്ചേക്കുക. നമ്മൾ ഉപദ്രവിക്കുന്ന ആൾക്കാരെ ദൈവം കൊടുക്കുമല്ലോ. അപ്പോൾ ദൈവം ATM എടുത്തേക്കുക സാറേ, കുത്തിയപ്പം കിട്ടും. പണ്ടൊക്കെ നീ 3, 30, 90 ദിവസം. എന്ത് താങ്കൾ ചെയ്ത് ഏത് പാപത്തിനുള്ള പ്രതിഫലമായിട്ടാണ് ദൈവം താങ്കളെ ഈ ഒരു അവസ്ഥയിലാക്കിയത്? അല്ല, ഇത് പാപം ചെയ്തിട്ടല്ല. കൊല്ലത്ത് ആ വെടിക്കെട്ടപാട് 100 ചില്ലാൻ ആൾക്കാർ മരണപ്പെട്ടു പോയത് വലിയ ദുഃഖം, ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നു. അവിടെ അന്നങ്ങനെ വെടിപൊട്ടും, അവിടെ മരണം നടക്കും, നമ്മൾ സൂക്ഷിച്ചോളാം, അല്ലെങ്കിൽ മരിച്ചു പോകുന്നു പറഞ്ഞ് ഒരാൾ പോയത് സാർ. ഓക്കെ, ഒരാളോട് സാബു ഞാൻ ഒരു സാധനം കാണിച്ചത് വരട്ടെ. കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റാണ്. ഇത് ചതിയായിരുന്നു എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? മണിച്ചേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന ജാഫറിനെ മണിച്ചേട്ടൻ്റെ മറ്റ് സുഹൃത്തുക്കൾ ചേർന്ന് ആശുപത്രിക്ക് സമീപമുള്ള ഒരു വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കുന്ന ഫോട്ടോ ആണത്. സഹായി പീറ്റർ സമീപം. ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, മണിയുടെ സ്വന്തം രക്തം അനിയൻ രാമകൃഷ്ണൻ. ഇതാണ് പുതിയൊരു അധ്യായം. ജാഫർ, ഇതെന്താണ് സംഭവം? അതിൽ വലിയ പടമല്ല സാറ്, കൂടുതൽ ശ്രദ്ധിച്ചേ. ആ 3 ചെറിയ പടം അടിയിലിരിപ്പുണ്ട്. അതിനിങ്ങ് ഒറ്റ അറ്റത്തുള്ള പടത്തിലൊരു സ്ത്രീയും കൂടെ വെപ്പുണ്ട് സാർ. ആ പുള്ളി അതെന്താ പോസ്റ്റ് ചെയ്യാത്ത പോലും? എന്താണ് ഈ പടത്തിന്റെ പൊരുൾ? അല്ല പറയാം. ഇത് മണിക്ക് ഒരാശാൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ കോമഡിക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ആശാൻ ഇങ്ങനെ ഭരിക്കുകൊണ്ട് ഒരു ചമ്മന്തി വരെ മണിക്ക് അരച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയും. എനിക്ക് ആ വിളമ്പി തരുന്ന ആ പയ്യൻ ആഹാരം വയ്ക്കാനായിട്ട് ഞങ്ങൾ ചെയ്ത 3-ാം നാൾ എന്ന് പറയുന്ന പടത്തിൽ വെച്ചിട്ടാണ് ആ പയ്യനെ മണി താമസിക്കുന്നിടത്ത് പോയപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന് ഫുഡ് ഉണ്ടാക്കുന്ന പയ്യനാണ്. ഇനി ഇതുപോലത്തെ പടങ്ങൾ കുറേ പോസ്റ്റിങ് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഞാൻ കാണുന്നിടത്ത് വെച്ച് കാണും. ഈ മണിയുടെ കൂടെ നടന്നല്ലോ അരുൺ, ഈ പയ്യൻ, ഇവൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. അവനിപ്പോൾ ആ മണി എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടതിന് ശേഷം അയാൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയും. ചെറുപ്പക്കാരൻ ജോലി എടുക്കുന്നു. ഒരു പൊതി ചോറിന് 60 രൂപയ്ക്ക് ബീഫ് വിത്ത് ബീഫ് അടക്കം പൊതിഞ്ഞ് ബൈക്കിലെത്തിച്ചു കൊടുക്കുന്നു. അവിടെ ഉണ്ണാൻ സൗകര്യമുണ്ട്. അവിടെ ആ ചേച്ചി അവിടുത്തെ ജോലിക്കാരിയാണ്, ഒരു കാല് വയ്യാത്തൊരു ചേച്ചിയാണ്. അവിടെ ഞാൻ ഈ കഴിഞ്ഞ 4-ാം തീയതി ഒന്ന് സർക്കിൾ ഓഫീസിൽ പോയായിരുന്നു, എന്നെ വിളിപ്പിച്ചായിരുന്നു. രാമകൃഷ്ണൻ്റെ പ്രതികരണത്തെക്കുറിച്ച് ചോദിക്കാം. രാമകൃഷ്ണൻ പ്രതികരിക്കുന്നു, സാബുവും ഞാനും ഒക്കെ ഇതിനകത്ത് പ്രതികളാക്കണം. അപ്പോൾ എന്താണ് പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അദ്ദേഹം അനിയനാണ്, ജ്യേഷ്ഠൻ മരിച്ച അനിയൻ്റെ ഒരു അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കട്ടെ, ഞങ്ങളിപ്പോൾ ഒരു വേദി ഉണ്ടാകുന്നവരെ ഞങ്ങൾ ഇരിക്കും. ഞങ്ങളോട് ഇല്ല 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 രാമകൃഷ്ണൻ മുന്നോട്ട് വെച്ച ആരോപണങ്ങളൊന്നും കേട്ടിട്ടില്ല. അത് ചിലതൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിരുന്നു. ഞാൻ കാണിച്ചത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സാബുമോനും ജാഫർ അവിടെ വരുന്നു. അവരെങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു? എൻ്റെ സംശയം അതാണ്. അവരെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ഇതിൽ വിഷമദ്യമുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഒരു അനിയൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സംശയം ഉന്നയിക്കുന്നത്. അവരത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സത്യം തുറന്നു പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹത്തിന് സംശയമാണ്, ഒരു അനിയനൊരു സംശയം ഉണ്ടായിക്കൂടാ ഇല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ JB ജംഗ്ഷനിൽ ഞങ്ങൾ ഇതിനകത്ത് ചോദ്യം ചോദിക്കേണ്ട, പോലീസുകാർക്ക് ഒരു ചോദ്യം ചോദിക്കേണ്ട, ഞങ്ങൾ പറഞ്ഞല്ലോ. കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സംശയം തീർന്നില്ല പുള്ളിയുടെ.
ആ സംശയമാണോ സാറേ? ഒരാൾ മരിച്ചത് വേലായുധനോ അല്ലെങ്കിൽ രാജേഷോ ഒരു സുകുമാരനോ ഒരാളും അല്ല, കലാഭവൻമണിയാണ് മരണപ്പെട്ടത്. അതിൻ്റെ മരണപ്പെട്ടതിന് 3 ദിവസം മുമ്പ് പോയി എത്തിയ ആൾക്കാരാണ് ഞങ്ങളതിന് ചോദിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് സമാധാനം കൃത്യമായിട്ട് ഞെളിഞ്ഞൊന്നും സംസാരിക്കണ്ട. ഓക്കെ സാബു ഇവിടെ കട്ടുകൊടുക്കും പറ. രാമകൃഷ്ണൻ ആരോപിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. മണിച്ചേട്ടൻ്റെ മരണത്തിനും കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ രംഗത്ത് വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇയാൾ അറിഞ്ഞുപോലും കൂടാ. ഞാൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കാണുകയോ സംസാരിക്കുകയോ പരിചയപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾ. അതിന് ഫ്രണ്ടിലുള്ള RLV എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇയാൾ വന്ന് ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തിൻ്റെ പേരിൽ ഞങ്ങളെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. കുറേ പോലീസുകാർ ഇരുന്നിട്ടാണ്, ഒരു സംഘം ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്യുന്നത്. ഞാൻ അന്വേഷിച്ചത് പ്രകാരവും വളരെ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അവരെല്ലാം. അവരേതാണ്ട് ഒരു 4 മണിക്കൂറോളം അവിടെ നടന്ന്, അതിനും ഏതാണ്ട് 7-8 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങൾ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും എന്നോട് ചോദിച്ചു. എന്നിട്ട് അത് ആ സമയത്ത് പാടിയിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 10-25 ആളുകൾ ഉണ്ടായിരുന്നു തോന്നുന്നു. അവരൊരു കൂട്ടത്തോടെ അവരെ വിളിച്ച് നിർത്തിയിരുന്നു. അവരോട് മൊഴി ചോദിച്ചിട്ട് ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവരുടെ മൊഴി എടുത്ത ശേഷം പിന്നെ അവരെന്നെ ചോദിച്ചില്ല. കാരണം കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. അത്രയും ക്ലീൻ ആയിട്ടാണ് എന്നെ ആ സ്റ്റേഷന് പുറത്ത് പോലീസുകാർ വിടുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ഒരു വിദേശത്തും പോയിരുന്നു. അത് ഞാൻ പോകുമ്പോഴും ഞാൻ മനസ്സിലാലോചിച്ചത്, ഇതിനെ ആരെങ്കിലും കണ്ടാൽ പറയും വിദേശത്തേക്ക് കടന്നു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വരും. ഇപ്പം എൻ്റെ ഒരു അവസ്ഥ ഏതാണ്? ഞാൻ എങ്ങനെ സ്വതന്ത്രനായിട്ട് പുറത്തു നടക്കും? എൻ്റെ പേരിൽ എന്തെങ്കിലും സംശയത്തിൻ്റെ ഒരു നിഴലെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അല്ല, അന്വേഷണം തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. അന്വേഷണം ഞങ്ങളെ വിളിച്ച് മൊഴി എടുത്തല്ലോ. എടുക്കാവുന്ന എല്ലാ രാമകൃഷ്ണൻ പറയട്ടെ. സാബു എന്തോ ഉദ്ദേശിച്ചത് മനസ്സിലായി. സാധാരണ ഒരു സിനിമ അല്ലെങ്കിൽ അതൊരു ഇത്തരം ഒരു കമ്പനി നടക്കുന്ന സമയത്ത് ഞാൻ അല്ലെങ്കിൽ 2 ബിയർ കഴിച്ചു എന്നുള്ളത് തുറന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കേസിന് സഹായകമായിട്ടുള്ള എല്ലാതരം സപ്പോർട്ട് തരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ സാബുമോൻ കാണിച്ചിട്ടുള്ള വെപ്രാളങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. കാരണം ആദ്യ സമയത്ത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നീട് കഴിച്ചു എന്ന് പറയുന്നു. അത് പീറ്റർ എന്ന് പറയുന്ന ഡ്രൈവർ വളരെ വ്യക്തമായിട്ട് ചാനലിനോട് പറയുന്നു, സാബുമാൻ കഴിച്ചതിന് ശേഷം ഞാൻ തന്നെയാണ് പിന്നെ എറണാകുളത്ത് കൊണ്ടാക്കിയെന്ന് പിന്നെ പീറ്റർ വ്യക്തമാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം വൈരുദ്ധ്യത്തോടു കൂടി സാബുമാൻ സംസാരിച്ചത് നമ്മൾ മുൻപ് കണ്ടു കഴിഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ടാണ് സാബു ഒരു പ്രതി അല്ലെങ്കിൽ പിന്നെ സാബു എന്തിന് എത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം? ഈ അന്വേഷണവുമായിട്ട് സഹകരിച്ച് പോകേണ്ട വ്യക്തി, അല്ലെങ്കിൽ മണിച്ചേട്ടൻ തൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്താണെങ്കിൽ ആ മണിച്ചേട്ടൻ്റെ മരണത്തിൻ്റെ കാരണക്കാരായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ എന്തിനാണ് ഇത്തരം നാടകങ്ങളൊക്കെ നടത്തേണ്ട കാര്യം? അവിടെയാണ് നമുക്ക് സാധാരണ വ്യക്തികൾക്ക് എല്ലാവർക്കും തോന്നുന്നത്, അവിടെയാണ് സംശയം വരിക. ഈ ഒരു വ്യക്തിയിൽ കൂടുതൽ സംശയം ജനിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ. കാരണം ഇത്രയും അധികം പ്രതികളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അയൽവക്കക്കാരായിട്ടുള്ള ആളുകളെ വരെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് അവർ തെറ്റുകാരല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പക്ഷത്തുള്ള ന്യായമോ അന്യായമോ പോലീസ് കണ്ടുപിടിച്ചോളും. ഇതിലിപ്പോൾ ഒരാളെ പേര് പറയുമ്പോഴത്തേക്കും ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഞാൻ അവിടെ പാടിയിൽ പോയി ഇരുന്നെങ്കിൽ എന്നെ ഒരു തെളിവായിട്ട് കണക്കാക്കണം. ഞാൻ പോയി അവിടെ നടന്ന കാര്യം സത്യസന്ധമായി തുറന്നു പറയുന്നു. അത് പോലീസ് മുഖവിലക്കെടുത്ത് അതിനുള്ള അന്വേഷണം നടക്കട്ടെ. സാബുമോന് മാത്രമാണ് ഇത്രയധികം ടെൻഷൻ. കേസ് അന്വേഷിക്കുന്നത് ആരാണ്? പോലീസാണ്. രാമകൃഷ്ണനോ മാധ്യമങ്ങളോ അല്ല. എൻ്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് രാമകൃഷ്ണൻ എങ്ങനെ അറിയാം? ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ, മദ്യപിക്കുന്ന ആളാണോ എന്നത് എൻ്റെ തികച്ചും വ്യക്തിപരമായ കാര്യം. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുള്ള മൊഴി ചാലക്കുടി പോലീസ് സ്റ്റേഷനിലുണ്ട്. ആ മൊഴിയുടെ പകർപ്പെടുത്ത് നോക്കൂ. എൻ്റെ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടുപിടിക്കട്ടെ. രാമകൃഷ്ണൻ ആരോപിക്കുന്നത് ഞാൻ ചാനലിലിരുന്നുകൊണ്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ചാനൽ നടത്തുന്ന അന്വേഷണത്തിൽ എന്നോട് ചോദിച്ചതിൽ ഞാൻ ചാനലിന് കൊടുത്തിട്ടുള്ള മൊഴി ഞാൻ മദ്യപിക്കുന്ന ആളല്ല, മദ്യപിച്ചിരുന്നില്ല എന്നാണ്. ഉടനെ ചാനൽ തുടരന്വേഷണം നടത്തുന്നു. പീറ്ററുടെ മൊഴിയെടുക്കുന്നു, ചാനൽ മൊഴിയെടുക്കുന്നു, പോലീസല്ല. ഞാൻ പിന്നെയും പറയുകയാണ്. അപ്പോൾ പീറ്റർ പറയുന്നു സാബു മദ്യപിച്ചിരുന്നു, എന്നിട്ട് സാബുവിനെ ഞാനാണ് എറണാകുളത്തോട്ട് കൊണ്ടുവിട്ടതെന്ന്. ഞാൻ മൊഴി കൊടുക്കേണ്ടത് രാമകൃഷ്ണൻ്റെ മുമ്പിലോ ചാനലുകളുടെ മുമ്പിലോ ആണോ? ഞാൻ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കേണ്ട രീതിയിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ രാമകൃഷ്ണൻ്റെ മറ്റൊരു ആരോപണം, സാബുവിന് മാത്രം എന്താ, സാബു എന്താ ഇങ്ങനെ ടെൻഷനാകുന്നത്? ടെൻഷനല്ല, ഇറിറ്റേഷൻ. ഞാൻ ഇറിറ്റേറ്റഡ് ആവും. ജോബിയും വേറൊരാളും കൂടെ ചേർന്നാണ് കൊലപ്പെടുത്തിയത്. അതിന് ഞാൻ പ്രതികരിച്ചു തുടങ്ങിയത്
അതിനുശേഷം അതിന് കണക്ട് ചെയ്ത് പറഞ്ഞ് സാബുവിനെയും ജാഫറിനെയും പോലീസ് 3-ാം മുറ ഉപയോഗിച്ച് ചോദ്യം ചെയ്താൽ സത്യം പോലീസ് മുറയിൽ ചോദ്യം ചെയ്താൽ സത്യം പുറത്തു വരുമെന്ന്. എന്താ രാമകൃഷ്ണൻ പോലീസ് മുറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനൊന്നുമല്ല. രാമകൃഷ്ണൻ ഒരു പെട്ടി ഓട്ടോയിൽ കുറെ ഐസ് കൊണ്ടുവരും, എന്നിട്ട് ചാലക്കുടി സ്റ്റേഷന്റെ ഫ്രണ്ട് വെക്കും, എന്നിട്ട് എന്നെ ഉടുപ്പൊന്നുമില്ലാതെ അതിന്റെ പുറത്ത് കിടത്തിയിട്ട് ഒരു പോലീസുകാരൻ വരും, നമ്പരൊന്നും ഇല്ലാത്ത പേരൊന്നും ഇല്ലാത്തൊരു പോലീസുകാരൻ വന്ന് എൻ്റെ കാലിന്റെ താഴെ ഒലക്കൊക്കെ അടിക്കും, എന്നിട്ട് ചോദിക്കും ഞാനാണോ വിഷം കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ഞാൻ പറയണം ഞാനാ കൊണ്ടുവന്നെന്ന്. അതാണോ ഉദ്ദേശിക്കുന്നത്? രാമകൃഷ്ണൻ പറയുന്നത് അട്ട സ്റ്റുപ്പിഡിറ്റിയാണ്. ഇയാൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നത്? എന്താ പോലീസ് മുറ? എനിക്ക് അറിഞ്ഞുകൂടാ. സാബു നന്നായി ഇപ്പോൾ ക്ഷുഭിതനായില്ലേ? ആണ്, രോഷമായി. അത് എനിക്ക് ടെൻഷനല്ല. ഉച്ചയ്ക്ക് എല്ലാവരുടെയും പേര് പറയുന്നുള്ളൂ. എന്താണ് സാബു മാത്രം റിയാക്ട്? ഞാൻ റിയാക്ട് ചെയ്യും. ഞാനങ്ങനെ ആരുടെയും മുമ്പിൽ പോയി താന്നു നിന്ന് കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. ഇതിന് മുമ്പ് എൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഒരു കൊലപാതക കേസ് ഉണ്ടായിരുന്നു. എൻ്റെ 2ാമത്തെ കൊലക്കേസാണ് ഇത്. അതാണോ കേൾക്കേണ്ടത്? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന സമയം ഞാൻ SFI ആക്ടിവിസ്റ്റാണ്. ഞാൻ ഇടതുപക്ഷ ചിന്താഗതിയിൽ പോകുന്ന ഒരാളാണ്. ആ സമയത്ത് BJPയുടെ ഒരു പ്രകടനം നടന്നു. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന മുഴുവൻ വാഹനങ്ങളും അന്ന് BJP പ്രവർത്തകർ അടിച്ചു ചേർത്തു. കേരളത്തിലെ ആദ്യത്തെ സംഭവം. ഇത്രയും വാഹനങ്ങൾ കോമൺ പബ്ലിക് വെച്ചിരുന്ന വാഹനങ്ങൾ മുഴുവൻ അടിച്ചു നിരത്തി. ഓർമ്മയുണ്ടോ? എന്നിട്ട് അത് അവസാനിച്ചത് കിഴക്കേക്കോട്ടയിലാണ്. അന്ന് കിഴക്കേക്കോട്ട KSRTC ബസ് ഡിപ്പോയുടെ അകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കണ്ടക്ടർ പയ്യനെ ഇവർ കമ്പി വടിക്ക് അടിച്ച് കൊലപ്പെടുത്തി. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഓർമ്മയിൽ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഡൽഹിയിലുള്ള സമയത്ത് സംഭവിച്ചത്. അതെ. ആ കണ്ടക്ടറുടെ മരണവുമായിട്ട് BJP പ്രവർത്തകരുടെ പേരിൽ കേസെടുത്തു. കേസെടുത്തപ്പോൾ പിറ്റേ ദിവസത്തെ മാതൃഭൂമി പത്രത്തിൽ അച്ചടിച്ചു വന്ന ഫോട്ടോസിൽ ഒന്നിൽ ഒരു പയ്യനെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നൊരു ഫോട്ടോ, ഒരു ബ്ലേഡ് ഫോട്ടോ ഉണ്ട്. അത് എന്നോട് സാദൃശ്യമുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഈ BJP എൻ്റെ ഫോട്ടോ വെച്ച് DYFIക്കാരനായ സാബുവാണ് കൊലപാതകി, പ്രകടനത്തിനിടയിൽ നുഴഞ്ഞു കയറിയ DYFIക്കാർ കണ്ടക്ടർ രാജേഷിനെ കൊല്ലുകയായിരുന്നു എന്ന് പറഞ്ഞ് വാർത്ത വന്നു. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്ത് NTV എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ടായിരുന്നു. അവരിതിന് ഞാൻ ചെന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം. അപ്പോൾ പത്രപ്രവർത്തകർക്കൊക്കെ അന്ന് എന്നെ അറിയാം, SFI പ്രവർത്തനമായതുകൊണ്ട്. അങ്ങനെ ഇവരിത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചു. ഇതാരെയാണ് അന്ന് ആ പിടിച്ചുകൊണ്ട് വന്നത്? പോലീസ് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന ഫോട്ടോ ആണ്. അപ്പോൾ അവർ പറഞ്ഞു ഇത് കരമനയുള്ള പയ്യൻ്റെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചന്ദ്രമൗലി എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. അവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി വെരിഫൈ ചെയ്ത് വിട്ടയച്ചു. കാരണം പയ്യൻ കോളേജിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോൾ അവന് നിരപരാധിയാണ്, അവൻ പ്രകടനത്തിലുള്ള ആളല്ല. ലാത്തി ചാർജിന്റെ ഇടയിൽ പെട്ടുപോയത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം താങ്കളുടെ ജീവിതത്തിലുണ്ട്? ഉണ്ട്. അനാവശ്യമായ ഒരു കേസിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. അതെ. എന്നിട്ട് അന്ന് പിന്നെ പത്രങ്ങളിൽ ഫ്രണ്ട് പേജ് വാർത്തയായിരുന്നു, ഇങ്ങനെ സംഭവം ഇല്ല, സാബു അല്ല എന്ന് പറഞ്ഞിട്ട് 4-5 ന്യൂസൊക്കെ അടിച്ചു വന്നു. അതിന് സമാനമായ ഒരു സംഭവം ഇതെന്നാണ് സാബു പറയുന്നത്. കാര്യം അല്ല, സമാനമായെന്നല്ല. കാര്യം ഈ നമ്മുടെ പേരിലൊരു അനാവശ്യമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അത് കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ എനിക്ക് ഇറിറ്റേഷനാണ്. ഞാൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ജാഫർ, എന്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എങ്ങനെ അവിടെ എത്തിച്ചേർന്നു എന്ന് ചോദിക്കും. ജാഫർ, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പാടിയിലേക്ക് പോകുന്നത് അല്ലേ? മണിയെ വിളിക്കണു, ഇദ്ദേഹം പാലക്കാട് നിന്ന് വരുന്നു അല്ലേ? അതെ, ഞാൻ പാലക്കാട് നിന്ന് വന്ന് വീട്ടിൽ ചെന്നിട്ട് തിരിച്ച് ചാലക്കുടിക്ക് പോകുന്നു. നിങ്ങൾ അവിടെ ചുറ്റുവട്ടത്തുണ്ട്. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി സന്ധിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി മണിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ പാടിയിൽ മണിയുണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? അവിടെ ഒരു 10-30 പേരുണ്ടാവും. ഒരു പൊതുസമ്മേളനം നടക്കുന്നു. നമ്മുടെ പോയ ആൾക്കാർ ഒരു 8-10 പേര്. 8-10 പേര്. അത് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ കുറേ നേരം സംസാരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് കലാഭവൻ മണി നിങ്ങളെ സൽക്കരിക്കുന്നു. സൽക്കാരം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. സൽക്കാരമൊന്നുമില്ല. സൽക്കാരം ഉദ്ദേശിക്കുന്നത് തമാശയൊക്കെ പറഞ്ഞു ഇല്ല, ഒന്നുമില്ല. അന്നും അതല്ല സംഭവം. ഒന്ന് പറയട്ടെ. ഈ സാബു തന്നെയല്ല, ഞാൻ തന്നെ ലൊക്കേഷൻ ചേഞ്ചായി പോയത് അവിടെ. കിൻഡർ ജോയ് എന്ന് പറയുന്ന പടം, ആ പടത്തിൽ ഞാൻ ഒരു ഫാദറാണ്, അച്ഛനാ. ഈ അച്ഛൻ്റെ വേഷം ആണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ തൃപ്രയാറാണ് എൻ്റെ ലൊക്കേഷൻ. തൃപ്രയാർ ലൊക്കേഷൻ്റെ അന്ന് എല്ലാം റെഡിയാവുന്നു. ഞാൻ ചെല്ലുന്നത് 2-ാം തീയതി അവിടെ ചെല്ലുന്ന അന്ന് തന്നെ കോള് വരുവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തൃപ്രയാറല്ല, ചാലക്കുടിയിലാണ് ഷൂട്ട്. തൃപ്രയാർ പള്ളി കിട്ടൂല. ഇപ്പം കനകമല്ല പള്ളി എന്ന് പറയുന്നൊരു പള്ളിയാണ്, കൊടകരയിലാണ്. സിദ്ധാർത്ഥിലാണ് ഇക്കാക്ക് റൂം ഇട്ടേക്കുന്നത്. അതിൻ്റെ കൺട്രോളർ ഹോട്ടലിൽ അത് പറയുന്നത്. അപ്പോൾ തൃപ്രയാറിന്ന് ഞാൻ രാവിലെ 10 മണിക്കാണല്ലോ മാറിയേക്കണേ. തൃപ്രയാറായിരുന്നു ലൊക്കേഷൻ. ഞാൻ പോയി. ഞാൻ അവിടെ തൊടുപുഴയിൽ എനിക്ക് ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്.
2-3-4 പേരോട് ഡോർ ഷോപ്പ് നടത്തുന്നുണ്ട്. അവിടെ ഇരുന്ന് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കണ്ടിട്ട് ഞാൻ കുറച്ച് താമസിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് ഈ സിദ്ധാർത്ഥിൽ കയറുന്നത് 1 മണി കഴിഞ്ഞതിന് ശേഷം 1 മണി ഈ കഴിഞ്ഞ് എൻ്റെ ചെന്നത് എനിക്ക് താക്കോൽ തന്നു. എൻ്റെ കൂടെ കോഴിക്കോടുള്ള 2 പേര്, എൻ്റെ ഒരു സുഹൃത്തും അയാളുടെ ഡ്രൈവറും. അപ്പോൾ എൻ്റെ വണ്ടി വിറ്റിരിക്കുക കേട്ടോ. എൻ്റെ വണ്ടി എന്നെ വിറ്റിട്ടില്ല, വീട്ടിൽ കിടക്കുക, കേടാ. വിൽക്കുന്നത് ഞാൻ ഈ സിദ്ധാർത്ഥിലുള്ളപ്പോഴാണ്. പഴയ വണ്ടിയാണ്, ഒരു 7 കൊല്ലം ആയി. മണിയുള്ള ലൊക്കേഷനിൽ തന്നെ വെച്ചിട്ടാണ് ഈ വണ്ടി എടുത്തോന്ന് മണി പറഞ്ഞു, നല്ല വണ്ടിയാണ് എടുത്തോന്ന് പറഞ്ഞ് ആ വണ്ടി വിൽക്കുന്നതെന്നും ഏതാണ്ട് പൈസ കൊണ്ടുത്തരുന്ന ഈ ബ്രോക്കേഴ്സും ഒക്കെ അവിടെ വരുന്നുണ്ടല്ലോ, അതും അവിടെ ഉണ്ട്. അപ്പം ഞാൻ ഈ ലൊക്കേഷൻ ചേഞ്ച് ആയി ഞാൻ വന്നു, നേരെ ഇവിടെ വന്നു. ഞാൻ എൻ്റെ റൂമിലേക്ക് അവർ 2 പേരും ഞാനും. അപ്പോൾ അവരൊരു 10 മിനിറ്റ് ഒന്ന് കയറി അങ്ങ് ഇറങ്ങി പോവുക, പിന്നെ പോകാൻ വരിക. ഞാൻ എൻ്റെ റൂമിലേക്ക് കയറുന്ന സമയത്ത് എന്നെ പുറകിൽ നിന്ന് അങ്ങനെ അങ്ങ് കയറിപ്പോയാൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് കൈ വന്ന് പിടിച്ചു. അത് ഓപ്പോസിറ്റ് റൂമിൽ നിന്ന് ഇദ്ദേഹമാണ്. അപ്പോൾ എനിക്ക് മുമ്പ് ഇദ്ദേഹം അവിടെ എത്തി. അപ്പോൾ കൈ വന്ന് തൊടത്ത് പിടിച്ചു. തിരിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പുള്ളിനെ മനസ്സിലായില്ല. അതിന് വെച്ചാൽ പുള്ളി മീശ പഠിച്ചു വെച്ചിരിക്കുക. പുള്ളി ഇപ്പൊ ഈ മീശയും താടിയുണ്ട്, അല്ലാതെ പുള്ളി ചെയ്യുന്ന ഷോയ്ക്ക് ഇങ്ങനെ ഒരു മീശയൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ എൻ്റെ കൂടെയുള്ള ഈ ഖത്തറിൽ ജോലിയുള്ള സാജിദ് എന്ന് പറയുന്ന ആൾക്ക് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇത് ആരാ, അങ്ങനെ ഒരു ഇത് കിടപ്പുണ്ട്. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ പറയാൻ പറ്റുമോ, നീ അറിയാലോ ഇതാണ് മറ്റേ നമ്മുടെ, അങ്ങനെ പറയാമോ? പറയാൻ പറ്റില്ല, ഉള്ളതല്ല. അപ്പൊ ഇവനൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് കേട്ട് ഇദ്ദേഹം ചോദിച്ചു, എവിടെ കണ്ടിട്ട് കുറെ കാര്യം. ഞാൻ പെട്ടെന്ന് പിടിച്ച്, എനിക്ക് നാളെ ഷൂട്ടുണ്ട്, അതിന് വന്ന കാക്കായ്ക്ക് നാളെ ഷൂട്ടില്ല, ഞാനിപ്പോൾ വന്നുള്ളൂ, എനിക്കാ നാളെ ഷൂട്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ 2 മണി രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ ഈ മുഹമ്മദ് ഖാനെയോ അദ്ദേഹം കൺട്രോളറെ വിളിച്ചിട്ട് എനിക്ക് നാളെ ഇല്ല എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ കൊടുത്തിരിക്കുന്ന 2 ദിവസം ഡേറ്റാ, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ അതിന് വെച്ചാൽ ഇപ്പം വലിയ കാര്യമായിട്ട് വർക്ക് ഇല്ലാതെ ഇരിക്കുമായിരുന്നു. സംഗതി അവിടെ ഇരുന്നു, ഇദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ഞാനത് തീർച്ചപ്പെടുത്തുകയാണ്. പിന്നെ ഇതാണ് ഈ തരികിട സാബു തരികിട ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പം അവരുടെ പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ, ഞങ്ങളത് കണ്ടില്ല, മീശ ഇങ്ങനെ ചെയ്തില്ലേ, തല ഇങ്ങനെ വെട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്, അത് ഇപ്പോൾ സാബു ഓർക്കും, ഇതങ്ങനെ ഓർത്ത് വയ്ക്കുന്നു. 1 മിനിറ്റ്. അപ്പോൾ സാബു എന്നോട് പറഞ്ഞു, എനിക്ക് രാവിലെ ഷൂട്ടിംഗ് ഉണ്ട്, അപ്പോൾ എനിക്കില്ലെങ്കിൽ നിനക്കാണെങ്കിൽ എനിക്ക് കാണാൻ വേണ്ടിയില്ല, പള്ളിയാണോ എന്ന് ചോദിച്ചോ, പള്ളിയല്ല. അപ്പം രാവിലത്തെ സീൻ എനിക്ക് അതേ പറഞ്ഞിട്ടുണ്ട്, അല്ല അത് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, പള്ളിയാണ്. അപ്പം ഈ പള്ളിയിലല്ല ഷൂട്ടിങ്ങെങ്കിൽ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞാണ്, എനിക്ക് ഉച്ച വരെ അവധിയല്ലേ. ഞാൻ അപ്പം നടക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതൊന്ന് നടക്കും, രാവിലെ ആയിട്ട് നടക്കുകയും ഒക്കെ ചെയ്യും. അല്ലല്ല, ഇതാ കണക്ഷൻ. ഞങ്ങൾ ഇവിടെ പിരിയുന്ന സമയത്ത് ആ കോറിഡോറിൻ്റെ ആ റൂമിൻ്റെ ഇതാണ് വ്യക്തമായി. അപ്പോൾ അങ്ങനെ ഒരു 2 മണിയോടുകൂടി 1:45-2 മണിയായപ്പോഴത്തേക്ക് സാബുവിനോട് പറഞ്ഞു, കാക്ക രാവിലെ കേൾക്കൂ. ഞാൻ രാവിലെ എങ്ങനെ വന്നാലും കേൾക്കൂടാ, ഷൂട്ടിംഗ് അല്ലേ, ഷൂട്ടിംഗ് തിരക്കാകുമ്പോൾ വെളുപ്പിന് ഏക്കൂല എന്ന് കോമഡിയും പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് വിളിച്ചേക്കണം, ഇനി ഏറ്റില്ലെങ്കിൽ ഒന്ന് കുറേ കഥകരിട്ട് മുട്ടി വിളിച്ചേക്കണം എന്നും പറഞ്ഞു. ഞാൻ ഉറക്കപ്പരാന്തന എന്നുള്ള രീതിയിൽ ഞാൻ ഒരു 2 മണിക്ക് കിടന്നു, ഒരു 5 മണിയോടുകൂടി എഴുന്നേറ്റു. ഒരു 5-5:15 കൂടുതൽ പോയിട്ടില്ല. ഇറങ്ങിയതേ സാബുവിൻ്റെ എൻ്റെ തട്ടിയിട്ട് ഞാൻ അങ്ങ് നീളോ അതിന് ഭയം പോകുന്നില്ല. അല്ല ഇദ്ദേഹം പോകുന്നല്ല, എണീറ്റില്ല, വിടാതെ പിടികൂടുവാണ്. ചുമ്മാ ഈ 5:15 ഒരു 6-6:30 തട്ടാനാ പറഞ്ഞത്. പക്ഷെ നമ്മൾ നേരത്തെ തട്ടി. ഞാൻ ചുമ്മാ ഇറങ്ങിയപ്പോൾ വെറുതെ തട്ടിയത്. ഇരിക്കുവാണെങ്കിൽ ഞാൻ നടന്നു. അപ്പോൾ ഈ ഹോട്ടലിൽ തന്നെ നടക്കാൻ സൗകര്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരു വിധം വായിക്കുമ്പോൾ ഏതാണ്ട് ഒരു 6 മണി കഴിഞ്ഞു. ആ സമയത്ത് ഒരു 6:15 6:30 വിളിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നിട്ട് പിന്നെ എനിക്ക് കയറി ഇവനെ വിളിച്ചുകൊണ്ടിരുന്നാൽ മതി. ഞാൻ സാബു ടട്ടാട്ട് 3-4 ഇടി അടിച്ചപ്പോഴത്തേനും ഒരു ബർമുട ഇട്ട് ഷർട്ട് ഇടാതെ ഇങ്ങനെ എഴുന്നേറ്റ് പോകും. ഇയാൾ എഴുന്നേറ്റ് പേടിപ്പിക്കാൻ വേണ്ടി, കാക്ക എന്നെ മനുഷ്യനൊക്കെ കാക്ക പേടിപ്പിക്കാൻ വേണ്ടി, പേടിയായിപ്പോയി എനിക്ക്. ലോകത്തെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഉണ്ടല്ലോ. ഇറങ്ങി ഇയാളൊന്ന് കാക്ക നടക്കുമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, വല്ലപ്പോഴും ഒക്കെ നടക്കൂടാ, വയറൊക്കെ ഇച്ചിരി ഒതുക്കിയില്ലേ, വയറൊക്കെ ആയി, പ്രായമായില്ലേ, ചുമ്മാ പറയാൻ ഞാനൊന്ന് നടക്കുകയല്ല കാക്ക, ചുമ്മാ ഇതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് അവിടെ പോയി അവൻ്റെ റൂമിൽ നിന്ന് അങ്ങ് തുറന്ന് ആ വാതിൽ അടയുന്നതിന് മുമ്പ് തന്നെ അടയുന്ന വാതിലുള്ള തള്ളി വിട്ടിട്ട് അടയുന്നതിന് മുമ്പ് ഒരു ടീഷർട്ട് എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കാക്ക ഒരു ചായ കുടിക്കാൻ പോയി. ഞാൻ ആ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങൂലാത്ത ആളാട്ടാ. ഞാനൊരു ഹോട്ടലിൽ താമസിച്ച് കഴിഞ്ഞാൽ പുറത്ത് സിറ്റി ഒന്നും ഞാൻ പോകാറില്ലാത്ത ആളാണ്. ഇദ്ദേഹം വിളിച്ചു. അപ്പം ഞാൻ ഇദ്ദേഹത്തിനടുത്ത്, അയ്യോ ഞാനങ്ങനെ വരാറില്ല, ഞാനങ്ങനെ ഉള്ള മനുഷ്യനാണെന്ന് ഞാൻ പറയാൻ പറ്റുമോ? സാബുവിൻ്റെ ഫീൽഡ്, എനിക്കും സീനിയറായിട്ടുള്ള ആൾ, ഇങ്ങനെയൊക്കെയുള്ളൂ ഫീൽഡിൽ. ഇദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാൽ ഞാൻ വരാം. അവിടെ നിന്ന് സിദ്ധാർത്ഥിൽ നിന്ന് ചാലക്കുടി അപ്പുറ ജംഗ്ഷനിൽ ചെന്ന് ക്രോസ് ചെയ്ത് കടന്നിട്ട് 2 ചായ പറഞ്ഞു. അപ്പോൾ ഈ ചായ സഞ്ചിക്കകത്ത് ചായ ഉണ്ടാക്കുക, ഉണ്ടാക്കണ കണ്ടപ്പോൾ തന്നെ കുടിക്കാം. ഒരു ചായ കുടിച്ചു, എനിക്ക് ശീലമില്ലാത്ത രാവിലെ ചായ. ഇദ്ദേഹം ഒരു ചായ കുടിച്ചു, ഒരു ചായ എനിക്ക് തന്നു. ഇദ്ദേഹം സിഗരറ്റ് വലിച്ചു. ഇദ്ദേഹം ഒരു ചായയും കൂടെ കൂടി ഓർഡർ ചെയ്തു. ഒരു ചായയും കൂടെ ഓർഡർ ചെയ്തു.
അപ്പോൾ കടക്കാരൻ ഒരു ചായ കൂടെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് നടന്ന് റൂമിൽ കയറിയപ്പോൾ പറഞ്ഞു ഇനി ഞാൻ കുളിച്ചിട്ട് ഞാൻ പോകും കേട്ടോ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ കയറി റൂമിൽ ഇരുന്നു. ഇദ്ദേഹം കുളിച്ച് റെഡിയായി ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് പോയി തുറന്ന് തട്ടിയപ്പോൾ തുറന്നു. അല്ല തുറന്ന് കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അല്ലല്ല തുറക്കണം, അത് പുറത്തുനിന്ന് തുറക്കില്ല, അത് തുറന്നാന്ന്. അപ്പോൾ തുറന്നപ്പോൾ ഇദ്ദേഹം ഷൂട്ടിങ്ങിന് പോയി. പിന്നെ ആ ഷൂട്ടിങ്ങിന് പോയി ഞാൻ ഉച്ചയായപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് നിസ്കരിച്ചു. അല്ല പറയട്ടെ, അപ്പം കലാകാരനാണ്. ഇപ്പം പൊതുവായി കേൾക്കുന്നവർക്കറിയാം കലാകാരന്മാർ പള്ളിയിൽ പോകില്ല, കലാകാരന്മാർ ചിലപ്പം ദുശീലങ്ങളുടെ കൂമ്പാരമാണ്, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരാണല്ലോ കൂടുതൽ. ചില വാസ്തവില്ലായില്ല പോട്ടെ. അല്ല കേൾക്കാം, എന്തു ആയിക്കോട്ടെ സാർ, എന്തു ആയിക്കോട്ടെ. ഒരാളെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒരു സൂക്ഷിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യണം, അല്ലാതെ ചുമ്മാ വാരി വരച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യും. പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണ ആൾക്കാരുടെ ഉണ്ട്. എന്റെ മനസ്സിലെ ഉദ്യോഗപൂർണമായ കാത്തിരിക്കുന്നത് സ്വന്തം പാടിയിലാണ് എന്നെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. അത് പറയാം. അപ്പോൾ ഇതിങ്ങനെ പോയി ജോബിയെ വിളിക്കുന്നു, വെള്ളിയാഴ്ച നമസ്കരിക്കാനെന്ന് പോകണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയില്ല, എനിക്ക് വണ്ടിയില്ലല്ല, എന്നെ വേറെ ആൾ കൊണ്ടുപോയിട്ട് പോയി. ജോബിനെ ആരെങ്കിലും വിളിച്ചിട്ട് ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത് പള്ളി കൊണ്ടുപോയി പോവാം. അങ്ങനെ നോക്കിയപ്പോൾ പള്ളിയുടെ ഒരു ചാലുമില്ല. എനിക്ക് ഇവനൊക്കെ വിളിച്ചിട്ട് ആദ്യം കിട്ടിയില്ല ജോബിനെ. ഇത് പോകണ്ടെന്ന് കരുതി. പിന്നെ ജോബിനെ വിളിച്ചപ്പോൾ കിട്ടി. മണിയോടെ അവൻ വീട്ടിലാണോ പുറത്ത് വേണമെന്ന് അറിയില്ലേക്കാം. ഞാൻ ഇപ്പോൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞ് വണ്ടിയിലിരുന്നുള്ള മൊബൈലാണ് ഒച്ചേക്കാം. വണ്ടിയിൽ നിന്ന് കേൾക്കണം. നീ എവിടെ പോകാന്ന്? ഞാൻ ഒന്ന് പുറത്ത് വന്നാ എന്ന് ജോബി പറഞ്ഞു. അങ്ങനെയൊക്കെ കാണണമെങ്കിൽ ഒരു കാര്യം 6-6:30 ആകുമ്പോഴത്തേക്ക് പോകാം. അന്നേരം അവൻ വരില്ല. അവൻ വരുമ്പോഴത്തേക്കും കാണാം ഈ സംഭവം എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ അങ്ങ് പോകണമല്ലോ. അളിയൻ വന്നു ഷൂട്ടിങ് കഴിഞ്ഞ്. അളിയന് വന്നിട്ട് അളിയൻ വരുന്നില്ല. അളിയൻ ചുമ്മാ കയറി തൂങ്ങിയല്ലേ. അളിയന് ഏതോ ഭാരത ഏത് കോളേജാ, പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ കോളേജിൽ പോണ കാര്യം ഒന്ന് പറഞ്ഞു. എനിക്ക് നാളെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ സാബു വരില്ല. അപ്പോൾ സാബു അങ്ങോട്ട് വരില്ലല്ലോ, എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കി കഴിഞ്ഞപ്പോൾ കാക്ക ഒത്തിരി പോകണോ മണിച്ചേട്ടൻ്റെ അടുത്തേക്ക്. ഞാൻ അവിടെ നിന്ന് സിദ്ധാർത്ഥിൻ്റെ അവിടെ അപ്പോൾ ദേ ആ തെങ്ങ് ഇങ്ങനെ എടുത്തടവേ എന്ന് ചുമ്മാ ഇങ്ങനെ കാണിക്കൂലേ, ദേ ഇവിടെയാ. അപ്പം നമ്മൾ പോയിട്ട് ഇവിടെ വരേണ്ട വരുമോ ഇനി പോകാനായിട്ട്? അല്ല, അവിടെ നിന്ന് വട്ടം ഇറങ്ങിയ കൈവച്ചോടെ അവിടെ നിന്ന് പോ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇദ്ദേഹം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പടം ഡയറക്റ്റ് ചെയ്ത തൗഫീഖ്, നമ്മുടെ ജോൺ ഹോനായി, അദ്ദേഹം കൂടെ ഇറങ്ങിയിട്ട് പറഞ്ഞു സാബു ഇന്ന് മണിച്ചേട്ടനെ കാണാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് പോണെങ്കിൽ പോക്കോ, ഒരു 12 മണിയാണ് അവിടെ നിന്ന് പിരിയാൻ പറ്റില്ല എന്ന് തൗഫീഖ്. ഇപ്പം കേൾക്കും തൗഫീഖ് ഇത് ചെയ്യുമ്പം. തൗഫീഖ് വന്നില്ല. തൗഫീഖ് അവിടെ നിന്ന് വീട്ടിൽ പോയി. അല്ല, അവൻ രക്ഷപ്പെട്ടതാട്ടോ. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ നോക്കി. അപ്പം ഇദ്ദേഹം കയറി സ്റ്റാർട്ട് ചെയ്ത വണ്ടി, എൻ്റെ വണ്ടിയല്ല എൻ്റെ കൂട്ടുകാരുടെ വണ്ടി, ആ എടുത്ത കൂട്ടത്തില് എന്നൊന്നും പറയില്ല കാക്ക. വന്നതായത് വന്നു. മണി അവിടെ ഇരിക്കുന്നു. ആ വരുന്ന വഴി തന്നെ വന്നണ്ട് എന്ന് മണി ഇരുന്ന് പറയുന്നു. ജോബി ഇരിക്കുന്നു. അവിടെയുള്ള മറ്റുള്ള ആളുകളെല്ലാം ഉണ്ട്. അവിടെ എപ്പോഴും ഉള്ള ആളുകൾ, കാരണവന്മാരും മറ്റും അവരെല്ലാം ഇരിക്കുമ്പോൾ ഞങ്ങൾ ഗ്യാങ് അങ്ങ് ചെല്ലുന്നു. ആ ചെല്ലുന്ന സമയത്ത് മണി അവിടെ നിന്ന് ഇങ്ങോട്ടിരിക്കുന്നു, നടുക്ക് ടേബിൾ. ജോബി അവിടെ, വിനു വള്ളങ്ങളെന്ന് പറഞ്ഞ ഒരാളവിടെ, ഇവിടെ ഞാനിരിക്കുന്നു. ഇവിടെ സാബു അങ്ങോട്ട് തിരിഞ്ഞ് കസേര കയറി ഇങ്ങനെ കുത്തിയിരുന്നു. ഈ കസേര കയറി കുത്തിയിരിക്കുമല്ലോ, അങ്ങനെ കുത്തിയിരുന്നിട്ട് സാബു 2 തമാശകളൊക്കെ, അത് ചേട്ടാ അവിടെ ചെന്ന് അന്ന് കണ്ടപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അതാണ് ഇതാണെന്ന് പറഞ്ഞ് തമാശ കഥകളൊക്കെ 2 പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഒരു ഡയറക്ടറുണ്ട്, ഒരു കൺട്രോളറുണ്ട്, പിന്നെ ഒരു പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. അത് ഒരാളെ വെച്ചിട്ടൊരു പോത്തുസുര എന്ന് പറഞ്ഞ പടം ചെയ്യാനായിട്ട്. ഇതൊക്കെ എനിക്ക് അവിടെ അവതരിപ്പിക്കണ്ടേ. ഇത് പറയാൻ ചെല്ലുന്നിടത്ത് നമ്മളെല്ലാവരെയും വായുക്കൂടെ നോക്കിയിരിക്കണം സാറേ, ആരൊക്കെ ഇവിടെ കള്ളു കുടിക്കുന്നുണ്ട്. ഞാൻ പോയ കാര്യം എന്തിനാ? അവിടെ കള്ളുകൂടി വാച്ച് ചെയ്യാനാണ്. അത് ഞാനൊരു കാര്യം അവതരിപ്പിക്കാൻ വേണം, അയാളുടെ അടുത്ത് അനുവാദം മേടിക്കാനാണ്. അയാളുടെ ഒരു പടം ചെയ്യുവാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ 5-6 മണിക്കോടെ എത്തിയില്ലേ? 7:15 എത്തി. 7:15, 8:15, 9:15, 10:15, 11:15, 5 മണിക്കൂർ. 5 മണിക്കൂർ കഴിഞ്ഞ് 5.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാബു അവിടെ നിന്ന് പറഞ്ഞത്. അല്ല, സാബു ഒരു 9:30, 9:45 ആയപ്പോൾ പോയി. ഓക്കെ. സാബു പോകുന്നതിന് മുമ്പ് കലാപമണി നല്ല സ്ഫടികം പോലുള്ളൊരു പാത്രം, ഒരു കുപ്പി എടുത്തിട്ട് മുമ്പിൽ വെച്ചു. അതിൽ നിന്ന് 2 എണ്ണം സാബു അടിച്ചു. ഇല്ല, ഒന്ന് നടപടിയില്ലാത്ത കാര്യം പറയരുത്. സ്ഫടികവും ഇവിടെ ഒന്നും അല്ല. അവിടെ കൊണ്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് ഈ ഇത്രയും ഗ്യാങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ തിരിച്ചല്ല. അവിടെ ആളെ തിരിച്ചല്ല. മണിക്ക് ഇഷ്ടം തോന്നിയ ആൾക്കാരും മണിക്ക് അറിയാവുന്ന ആൾക്കാരും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും അകത്തേക്ക് തന്നെ നോക്കിയിട്ട് വല്ല ഇരിപ്പണ്ടാ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും അവിടെ കഴിക്കുന്നവരെല്ലാം കഴിക്കാത്തവരെല്ലാം ആരും ചെല്ല. മണി ഒരു ബോട്ടിലെടുത്ത് വെച്ചു. ഈ ബോട്ടിലെ ബ്രാൻഡ് ഈ ഒട്ടിച്ചേക്കണ സ്ഥലം ഇദ്ദേഹത്തിന്റെ നേരെയാണ്. അങ്ങോട്ട് തിരിഞ്ഞു തന്നെ ഇരുന്നത്. ഇങ്ങനെ കൊണ്ടുവച്ചു. അപ്പൊ ഈ ഇരിക്കുന്ന ബ്രാൻഡ് വായിച്ചു സാബു അറിയില്ല. സാബുവിന്റെ മനസ്സിലല്ല, എനിക്കറിയില്ല. അവിടെ ഈ അല്ല, ഇംഗ്ലീഷിൽ സംസാരിച്ച 10ാം ക്ലാസ് ജാഫർ ഒരു നാടനായതുകൊണ്ട്
ജാഫർ നാടനായതുകൊണ്ടാണ്. ഇയാൾ വിദേശത്തൊക്കെ ജോലി ചെയ്തുകൊണ്ട് ഇയാൾ ബ്രാൻഡ് ഇമേജ് ഉള്ള ആളാണ്. അതുകൊണ്ട് ഇയാൾ ആ ബ്രാൻഡ് കണ്ടപാടെ അട്രാക്ട് കണ്ടില്ലേ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ കണ്ട സ്റ്റൈലല്ലേ, അതെ, ഒരു ചെത്ത് അല്ലേ? അതെ സാർ, ആ അതെ അതെ അതെ. രാവിലെ ബർമുടയല്ലേ അല്ലേ? അതിപ്പോ ഇങ്ങനെ രാവിലെ നടക്കാറില്ല കാലാവസ്ഥ ക്ഷീണം എല്ലാം അതെ ലക്ഷണം. ഓക്കെ, ആ നമ്മളൊക്കെ നാട്ടിൻപുറത്തുള്ള ആൾക്കാര് അതെ, അതുപോലല്ല അയാള്. പക്ഷെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്ക് വിവരം ഉണ്ടെന്നുള്ള കാര്യം മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല. അല്ല അതിപ്പോ നമ്മൾ മറ്റെന്ത് ചെയ്യാൻ പറ്റും? കുപ്പിയുടെ പേരും കാര്യങ്ങളൊക്കെ സാബുവിന്റെ മുകളിലാണ്. അല്ലെങ്കിൽ അവിടെ ഒരു ഇത് കൊണ്ടുവച്ചു, അത് സാബൂനല്ല, സാബൂനായിട്ട് കൊണ്ടുവച്ചോ വേറൊരു ആൾക്ക് കൊണ്ടുവച്ചോ ഒന്നും സാബുവിനും കഴിക്കാം. അവിടെ ആ ഒരു ഗ്യാങ് എന്നപ്പോഴത്തേന് ഇദ്ദേഹത്തിന് ഡെയിലി ഉള്ളൊരു സമ്പ്രദായം അത് തന്നെയല്ല സാർ. അവിടെ പുറത്തുനിന്നൊരു മദ്യം എന്ന് പറയുന്ന എന്തെങ്കിലും ലഹരി പദാർത്ഥം പുറത്തുനിന്ന് കൊണ്ടാൽ അത് ഇഷ്ടമില്ലാത്ത ആളാണല്ലോ കലാഭവൻ മണി. ആർക്കോടും ചോദിക്കാം. സർക്കാരപ്രിയനാ, വേറെ ആൾക്കാരുടെ ഒരു സൗജന്യം. സർക്കാരപ്രിയനാ, പുറത്തുനിന്ന് ഒരാളുടെ സാധനം മേടിച്ച് സൽക്കരിക്കാൻ കണ്ടിട്ടില്ല. ഞാൻ സാബുവിലേക്ക് വരുന്നതിന് മുമ്പ് ജാഫറിനോട് ചോദിക്കട്ടെ. ജാഫർ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ ഈ മനുഷ്യന്റെ നന്മ കൊണ്ട് ഒരുപക്ഷെ ഇവിടെ എത്തിച്ചേർന്ന ഒരാളാണ്. അതെ, നന്മ കൊണ്ട് എന്തായാലും ഒരുപാട് ആൾക്കാരുടെ സഹായം, കഠിനാധ്വാനം, കൂലിപ്പണി, എല്ലാ ജോലികളും താങ്കൾ ചെയ്തിട്ടുണ്ട്. പ്ലംബിങ്, മറ്റത് മറിച്ച് എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഷ്ടപ്പെട്ടിട്ടാണ്. അവിടെ മണിയുടെ സൽക്കാരത്തിൽ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. എന്താ കാരണം വെച്ചാൽ മണി എന്ന് പറയുന്നത് ജീവിതത്തെ ആഹ്ലാദമാക്കിയ ആളാണ്. സെലിബ്രേഷനാണ് ജീവിതം എന്നുള്ള സെലിബ്രേഷൻ, ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു തറാറുമില്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടുന്ന സെലിബ്രേഷനാണ്. ആ സെലിബ്രേഷനിൽ ജാഫർ പങ്കെടുത്തു. തീർച്ചയായിട്ടും ജാഫർ പിന്നെ എന്നാണ് ഇത് ബോധം കെട്ടുന്നവരെ കഴിച്ചോന്നാണ് സാർ കഴിച്ചോന്ന്. സാർ ഞാൻ അന്നും എന്നും പറയുന്ന ഒരു സംഭവമില്ല. ഞാനവിടെ മദ്യം വിളമ്പാനോ മദ്യസൽക്കാരത്തിന് പോയതോ ഒന്നുമല്ല. അതായിക്കോട്ടെ, താങ്കൾ മദ്യപിച്ചോ? അല്ല, അത് ഞാൻ മദ്യപിച്ചില്ലോ എന്നുള്ള അല്ല ഇവിടെ പ്രശ്നം. ഞാൻ മദ്യപിച്ചില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. കുറെ ചോദിച്ചപ്പോ മദ്യപിച്ചു എന്നും സംഭവിച്ചു. ഞാൻ അവിടെ എല്ലായിടത്തും സംഭവിച്ചു. അല്ല പിന്നെ ജാഫർ ഇത് തന്നെ ചോദ്യം. ഒറ്റ കാര്യം, ജാഫറിന്റെ പ്രശ്നം എന്താ അറിയോ? ഇവിടുത്തെ എല്ലാ വലിയൊരു ആരോപണം ഇപ്പോൾ ഞാൻ പറയാൻ കാരണം ഒരു പക്ഷേ ഞാൻ ഈ ജാഫറിൻ്റെ ഒരുപാട് പ്രസ്താവനകൾ വായിച്ചു. പ്രസ്താവന എന്ന് പറഞ്ഞാൽ പത്രക്കാരോട് സംസാരിച്ചിട്ടുള്ള പല വാചകങ്ങളും. ആദ്യം തന്നെ നിങ്ങൾ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നെ മദ്യപിച്ചു എന്ന് പറഞ്ഞു, പിന്നെ ബിയർ എന്ന് പറഞ്ഞു, പിന്നെ പലതും പറഞ്ഞു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്ന് മണിയുടെ ഉള്ളിലേക്ക് പോയ ഈ മദ്യത്തിൽ മീഥൈൽ ആൽക്കഹോൾ വിഷാംശമൊക്കെ കലർന്നുള്ളതാണ്. അപ്പോൾ മദ്യം ഒരു വിഷയമാണ്. മദ്യം ഒരു വിഷയം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ തീർച്ചയായിട്ടും എത്രത്തോളം നമ്മൾ അത് തർക്കിച്ചാലും മദ്യം ഒരു വിഷയമാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ പോലും മണി മരിച്ചത് ഒരു ലിവർ സിറോസിസ് ഉള്ളൊരു വ്യക്തി മദ്യം കഴിച്ചാൽ അതും അപകടമാണ്. അപ്പോൾ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും അവിടുത്തെ ഒരു മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് മദ്യമാണ്. ആക്ച്വലി ഇപ്പോൾ മുഖ്യ കഥാപാത്രം മദ്യമല്ല, മീഥൈൽ ആൽക്കഹോളിന്. മീഥൈൽ ആൽക്കഹോളിനെ നമുക്ക് മദ്യം എന്ന് വിളിക്കാൻ പറ്റില്ല. മീഥൈൽ ആൽക്കഹോൾ എങ്ങനെയാണ് മദ്യമാകുന്നത്? കഴിക്കുന്നവർക്ക് അതിന്റെ മറവിൽ വേണമെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ കഴിക്കാം, അതെ, കഴിച്ചിട്ടുണ്ടാകാം. പക്ഷേ മീഥൈൽ ആൽക്കഹോൾ പോയിസൺ അല്ലേ? മീഥൈൽ ആൽക്കഹോളിനെ മദ്യം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുമോ? അപ്പം ഞാൻ ചോദിക്കണ ഒറ്റ കാര്യം സാബു, എനിക്കൊരു വ്യക്തത കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾ സാധാരണ രീതിയിൽ പാടിയിൽ പോയാൽ അല്ലെങ്കിൽ മണിയുടെ കമ്പനിയിൽ പോയാൽ നിങ്ങളൊക്കെ അല്പസ്വല്പമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. അല്ലേ? തർക്കമൊന്നുമില്ല അല്ലേ? അതിനകത്ത് പ്രത്യേകിച്ച് ഒരു മറയുടെ ആവശ്യമില്ല. ഇനി ജാഫർ ഇനി എത്രത്തോളം ജാഫർ നന്നായിട്ട് വെള്ളം അടിക്കുന്നത് എനിക്കറിയാം. എന്താ വിഷയം എന്നറിയാം. ആക്ച്വലി ഈ ഒരു മാറ്റർ ഇദ്ദേഹം ഭയങ്കര കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു ജാഫറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുടുംബത്തിന്റെ വീട്ടിലുള്ള ഈ മൂലിയാർക്കാണ് മൂപ്പറ പ്രശ്നം. അതെ, അതാണ് വിഷയം.